ശ്രീ കെ അനിൽകുമാർ, നേരത്തെ ശ്രീ ശ്രീകുമാർ സാറും രാഹുൽ ഈശ്വറും നേരത്തെ അന്ധവിശ്വാസ നിരോധന ബില്ലിനെ കുറിച്ച്, ആ നിയമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അത് ഒരു ഘട്ടത്തിൽ എന്താണ് 7 വർഷം വരെ തടവ്, അനാചാരം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ 5000 മുതൽ 50,000 രൂപ വരെ പിഴ തുടങ്ങി. അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരെ എത്തിയെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്താണ് അതിൻ്റെ ഫോളോ അപ്പ് എന്ന് അങ്ങേക്ക് അറിയുമോ ശ്രീ അനിൽകുമാർ? അല്ല, ആചാര സംരക്ഷണ നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കൂട്ടരുണ്ടല്ലോ. അപ്പോൾ KPCC നിലപാട് വ്യക്തമാക്കട്ടെ, പ്രതിപക്ഷം ആവശ്യപ്പെടട്ടെ, സതീശൻ ആവശ്യപ്പെടട്ടെ. പ്രശ്നം അവർ തമ്മിലല്ലേ തീർപ്പാക്കേണ്ടത്. ഇതിൻ്റെ പിന്നിൽ VD സതീശനാണ് അല്ലെ മറ്റേത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഇടതുപക്ഷത്തിനാരും പോയി ചെയ്ത കാര്യമല്ലല്ലോ. BJPയെക്കുറിച്ച് ഇക്കാര്യത്തിൽ സംശയം ഞാൻ കേട്ടില്ല. അപ്പോൾ ഒന്നുകിൽ സതീശനാവാം, ഇല്ലെങ്കിൽ ഉണ്ടിത്താൻ അറിയാതിരിക്കാം. അപ്പോൾ സതീശനാണോ അല്ലയോ എന്നുള്ളൊരു സംശയം അവശേഷിപ്പിക്കേണ്ട, ഒരു പരാതിയും കൊടുത്തത്. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുടെ ഭാഗമായിട്ട് ഒരു നിയമം കൊണ്ടുവരണം എന്ന് KPCC അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഞങ്ങളാരും കയ്യെ പിടിച്ചിട്ടില്ലല്ലോ. പിന്നെ സുധാകരൻ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടതിൽ അഭിമാനിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങേരി ഹാത്രസിൽ പോയിട്ട് അവിടെ ഒരാളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലെ മണ്ണെല്ലാം കൂടെ എടുത്തിട്ട് തലയെ ചുമന്ന് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ 216 പേര് മരണപ്പെട്ടത്. അപ്പോൾ ഈ നിയമം കേരളത്തിലല്ല, ഇന്ത്യയിലാണ് അത്യാവശ്യം, നമ്മുടെ രാജ്യത്താണ് അത്യാവശ്യം. അങ്ങനെ രാജ്യമാകെ അത്യാവശ്യമുള്ളപ്പോൾ കർണാടകത്തിൽ ഇത് ബാധകമാക്കണം. കാരണം കർണാടകത്തിൽ നിന്ന് കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ വെച്ചാണ് മൃഗബലി നടത്തിയെന്ന് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഈ ശിവകുമാർ തമ്മിൽ തർക്കമുള്ളത്. അവിടെ മുഖ്യമന്ത്രിയാകാൻ തർക്കമാണ്, അവിടെയും കൂടോത്രമാണ്. സിദ്ധരാമയ്യെ മാറ്റാൻ ശിവകുമാറുണ്ട്, ശിവകുമാറിനെ മാറ്റാൻ സിദ്ധരാമയ്യുണ്ട്. രണ്ട് കൂട്ടരുടെയിലും കൂടോത്രക്കാരുണ്ട്. അതൊരു കൂടോത്ര കോൺഗ്രസ്സാണ്. ഇപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസ്സാണ്, സതീശൻ്റെയും സുധാകരൻ്റെയും കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസ്സാണ്. ഇതിനെ വ്യക്തത വരുത്തണമെങ്കിൽ ചോദ്യം ഇതാണ്: ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് കേരളത്തോട് സത്യം പറയണം. അദ്ദേഹം ഒരു MP ആണ്, മറച്ചു വെക്കരുത്. ഇത് നിയമപരമാണോ നിയമവിരുദ്ധമാണോ? നിയമപരമാണെങ്കിൽ അദ്ദേഹം പറയും നിയമപരമായൊരു കൂടോത്രത്തിൽ ഞാൻ പങ്കെടുത്തു, അല്ല ഞാനതിൽ ഇടപെട്ടു, അത്രേ ഉള്ളൂ, എനിക്കതിൽ പരാതിയില്ല. അദ്ദേഹം വ്യക്തമാക്കട്ടെ. നിയമവിരുദ്ധമാണെങ്കിലോ? നിയമവിരുദ്ധമാണെങ്കിൽ അദ്ദേഹം പരാതി കൊടുക്കണം. പരാതി കൊടുത്താൽ സർക്കാരിന് ഇടപെടാൻ പറ്റും. സതീശനാണ്, സതീശനെ പിടിക്കാം. സതീശനല്ലെങ്കിൽ സതീശനല്ല, മറ്റേ ആലപ്പുഴയിലെ വിഷയത്തിൻ്റെ വൈരാഗ്യമല്ല എന്ന് വേണേൽ പറയാം. അതൊക്കെ തന്നെ കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ചെന്ന് നിൽക്കുന്ന നിലവാരം എത്രയാണ്, അധപ്പതനത്തിൻ്റെ ആഴം. കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാരാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇത്രയും തല്ലുകൂടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 8 കൊല്ലമായി തോറ്റു തൊപ്പിയിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർ കൂടി ഇത്രയും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാട്ടിലെ ആളുകളെ കേരളം ഏൽപ്പിക്കാൻ പറ്റുമോ?